ടു എക്സാം പോയിന്റ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മളെല്ലാവരും ചെറിയ ക്ലാസ് മുതൽ എങ്ങനെയാണ് ഫ്രാക്ഷൻസ് എഴുതുന്നതെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്, മിക്സ്ഡ് ഫ്രാക്ഷൻസ്, അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാം എന്നെല്ലാം നമുക്കറിയാം. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നെല്ലാമാണ്. അപ്പോൾ മിസ് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് പുറമെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള എക്സാം പോയിന്റ് എന്ന് പറയുന്ന ബുക്ക് യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ചാപ്റ്റർ 3 ഫ്രാക്ഷൻസ്. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് എഴുതുന്നത് എന്നൊന്ന് നോക്കിയാലോ? ഇവിടെ നോക്കിക്കേ, നമുക്കൊരു 4 സർക്കിൾസ് തന്നിട്ടുണ്ട് അല്ലേ? അതിൽ ആദ്യത്തെ സർക്കിളിൽ നോക്കിക്കേ, ആ സർക്കിളിനെ 4 ഈക്വൽ പോർഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊരു 1 പോർഷൻ അവർ എന്ത് ചെയ്തിരിക്കുകയാണ്? ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് ആ ഒരു ബ്ലൂ പോർഷൻ എങ്ങനെയാണ് നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാൻ പറ്റുന്നത്? അതായത് 4ൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 1/4. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 4ൽ ഒരു ഭാഗം. അതേപോലെ തന്നെ രണ്ടാമത്തെ പിക്ചറിലോ 2 പോർഷൻ ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ എത്ര പോർഷൻ ഉണ്ട്? 4 പോർഷൻ ഉണ്ട്. അപ്പോൾ 4ൽ 2 ഭാഗം. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2/4. അതേപോലെ തന്നെ മൂന്നാമത്തെ പിക്ചറിൽ എങ്ങനെയാണ്? 3/4. അപ്പോൾ എങ്ങനെയാണ് പിക്ചർ തന്നിട്ട് നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുന്നത്? ആ ഒരു പോർഷൻ, നമുക്ക് ആവശ്യമുള്ള ഒരു പോർഷനെ എങ്ങനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മനസ്സിലായോ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കിയാലോ? മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ടൈംസ്. A bottle can hold 250 milliliters. How much water do we need to fill 3 such bottle? അതായത് ഒരു ബോട്ടിലിൽ 250 milliliter ഓഫ് വാട്ടർ കൊള്ളും. അങ്ങനെയാണെങ്കിൽ അതേപോലെയുള്ള 3 ബോട്ടിലിൽ എത്ര വാട്ടർ ഉൾക്കൊള്ളും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ വെയിറ്റ് ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് ഒരു ബോട്ടിൽ എത്രയാണ്? 250 ആണ്. അതേപോലെ എത്ര ബോട്ടിലുണ്ട്? 3 ബോട്ടിലുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാം? 3 × 250 ഈക്വൽ ടു 750 milliliters. ഓക്കെ, വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അല്ലേ? മൾട്ടിപ്ലൈ ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് വാട്ടറിൻ്റെ അളവ് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? മില്ലി ലിറ്റർ ഒരളവിൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതേപോലെയുള്ള അളവുകൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് 1000 milliliter എന്ന് പറയുന്നതാണ് 1 ലിറ്റർ. ഓക്കെ, 1000 milliliter എന്ന് പറയുന്നതാണ് 1 ലിറ്റർ. അതായത് ഇവിടെ ലിറ്റർ എന്ന് പറയുന്ന ഒരു വലിയ അളവാണ്. നമ്മൾ പാലിൻ്റെ, മണ്ണെണ്ണയുടെ എല്ലാ അളവ് നോക്കുന്നത് എങ്ങനെയാണ്? ലിറ്റർ കണക്കിലാണ്. മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ചെറിയ അളവാണ്. അതായത് 1000 milliliter ആണ് എന്ത്? 1 ലിറ്റർ എന്ന് പറയുന്നത്. ഈ 1000നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? 500 + 500 എത്രയാണ്? 1000 തന്നെയാണ് അല്ലേ? അതായത് 2 ഈക്വൽ പോർഷൻ ആണ് അല്ലേ? 1 2 ടൈംസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? ഹാഫ് പോർഷൻ, അത് അല്ലേ? 1000ന്റെ ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? 1/2. 1/2 ഓഫ് 1000 എന്ന് പറയുന്നത് എത്രയാണ്? 500 milliliter. എഴുതിക്കൂടെ? അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ചെറുതാക്കാലോ. എങ്ങനെയാണ്? 250 + 250 + 250 + 250. ഇതിൻ്റെ ആൻസർ എന്താണ്? 1000 തന്നെയാണ് വരുന്നത്. അതായത് എത്രയാണ്? 4 ടൈംസ് ഓഫ് 250. 4 പ്രാവശ്യം 250, 250 കൂട്ടുമ്പോൾ നമുക്ക് 1000 കിട്ടും. അതായത് 4 ടൈംസ് ആണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 1/4. അതായത് ക്വാർട്ടർ, കാൽ അളവ്. അതിനെയാണ് 1/4 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1/4 ഓഫ് 1000 എത്രയാണ്? 250 ml. ക്ലിയർ ആയോ? ഇനി നമുക്ക് 200നെ 5 ടൈംസ്, 200 + 200 + 200 + 200 + 200, അതായത് 200ന്റെ 5 ടൈംസ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/5 ഓഫ് 1000 എന്ന് പറയുന്നത് എത്രയാണ്? 200 ml. ക്ലിയർ ആയോ? അതായത് 1000 milliliter എന്ന് പറയുന്നതാണ് 1 ലിറ്റർ. അതിൻ്റെ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 500 milliliter. അതിൻ്റെ ക്വാർട്ടർ പോർഷൻ, അതായത് 1/4 പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 250 milliliter. 1/5 പോർഷൻ എത്രയാണ്? 200 milliliter. ക്ലിയർ ആയോ? ഇതേപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് 500 grams എന്ന് പറയുന്നത് എത്രയാണ്? 1000 grams എന്ന് പറയുന്നത് എത്രയാണ്? 1 kilogram. ഓക്കെ, ഈ 1000 gram എന്നുള്ളതിനെ നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് സ്മോൾ ലെറ്റർ G, ഗ്രാം എന്നതിനെ നമുക്ക് G എന്ന് എഴുതാം, സ്മോൾ ലെറ്റർ G.
അതേപോലെ തന്നെ കിലോഗ്രാം എന്നുള്ളതിനെ സ്മോൾ ലെറ്റർ kg എന്ന് എഴുതാം. അപ്പോൾ 1000 ഗ്രാം എന്ന് പറയുന്നതാണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 100 സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്ററിലുള്ള അളവുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് എന്ത്? 1 മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ 3 അളവുകളാണ്. മില്ലി ലിറ്ററിൻ്റെ പഠിച്ചു, നമ്മൾ ഗ്രാംസിൻ്റെ പഠിച്ചു, സെൻറ്റിമീറ്ററിൻ്റെ പഠിച്ചു. ഇനി നമുക്ക് ഇത് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് നോക്കാം. ഇവിടെ നോക്കിക്കേ, വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് 2 പീസസ് ഓഫ് പംകിൻ, ഈച്ച് വെയിറ്റ് ഓഫ് 250 ഗ്രാംസ്. അതായത് 2 പീസ് ഓഫ് പംകിൻ, അതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 250. അപ്പോൾ ഒരു പംകിൻ്റെ പോർഷനായിട്ട് ഒരു പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 250. അങ്ങനത്തെ 2 പോർഷൻ്റെ വെയിറ്റ് എത്രയാണെന്ന്, അതായത് ടോട്ടൽ വെയിറ്റ് തന്നെയാണ് അവിടെ വരുന്നത്. ടോട്ടൽ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 2 × 250 അല്ലേ? എത്രയാണ് വരുന്നത്? 500 ഗ്രാംസ്. ആൻസർ ആയില്ലേ ഫസ്റ്റത്തെ? 500 ഗ്രാംസ് ആണ് 2 പീസസ് ഓഫ് പംകിൻ്റെ വെയിറ്റ്. ഇനി നെക്സ്റ്റ് ചോദ്യം എന്താണ്? വാട്ട് ഇഫ് ദ വെയിറ്റ് ഈസ് പുട്ട് ഇൻ കിലോഗ്രാം. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണ്? ഗ്രാമിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യണം? ഈ ഗ്രാമിനെ നമ്മൾ കിലോഗ്രാം ആക്കണം. എങ്ങനെയാക്കാം? അതിനാണ് നമ്മൾ നേരത്തെ പഠിച്ച അളവുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ? നമുക്ക് 500 ഗ്രാം ആണ്, അതിന് നമുക്ക് എന്താക്കണം? കിലോഗ്രാം ആക്കണം. എങ്ങനെയാക്കാം? നമുക്കറിയാം എന്താണ്? 250 ഗ്രാം എന്ന് പറയുന്നത് എത്രയാണ്? 1/4 കിലോഗ്രാം ആണ് അല്ലേ? അതുപോലെ തന്നെ 500 ഗ്രാം എന്ന് പറയുന്നത് എത്രയാണ്? 1/2 കിലോഗ്രാം. നമ്മൾ ഓൾറെഡി പഠിച്ചത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എഴുതാം. അപ്പോൾ 500 ഗ്രാം എന്ന് പറയുന്നത് എത്രയാണ്? 1/2 കിലോഗ്രാം. അപ്പോൾ നമ്മൾ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു. മനസ്സിലായോ? ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. 1 cup can hold 1/3 liter of milk. How much milk can we pour in 2 cups? അതായത് ഒരു കപ്പിൽ 1/3 ലിറ്റർ ഓഫ് മിൽക്ക് കൊള്ളും. അങ്ങനെയാണെങ്കിൽ അതേപോലത്തെ 2 കപ്പിൽ എത്ര ലിറ്റർ ഓഫ് മിൽക്ക് കൊള്ളും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? മിൽക്ക് ക്യാൻ ഹോൾഡ് ഇൻ 2 കപ്സ് അല്ലേ? 2 കപ്പിൽ കൊള്ളുന്ന മിൽക്കിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാം? 2 × എന്ത് ചെയ്യണം? 1/3. ഇതൊരു പുതിയ മെത്തേഡാണ് അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ് നമ്മൾ ഫ്രാക്ഷൻ വെച്ച്. എങ്ങനെ ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് 2 × 1/3. 2 × 1 എത്രയാണ്? 2/3. എത്ര ലിറ്റർ കൊള്ളും? 2/3 ലിറ്റർ കൊള്ളും. ഇതിന് നമുക്ക് എങ്ങനെ വേർഡ്സിൽ എഴുതാം? എങ്ങനെ എഴുതാം? 2 ടൈംസ് ഓഫ് 1/3 ഈസ് 2/3. നമ്മൾ വേർഡ്സിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇൻ 4 കപ്സ്, 4 കപ്പിൽ എത്ര കൊള്ളും? എങ്ങനെ കണ്ടുപിടിക്കാം? 4 × 1/3 എന്ത് തന്നെയാണ് വരുന്നത്? 4 × 1/3. അതായത് 4 × 1 എത്രയാണ്? 4/3. എത്രയാണ് ആൻസർ? എത്ര ലിറ്റർ കൊള്ളും? 4/3 ലിറ്റർ ഓഫ് മിൽക്കാണ് നമ്മൾക്ക് 4 കപ്പിലായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വേർഡ്സിൽ എഴുതാം? എങ്ങനെ എഴുതാം? 4 ടൈംസ് അല്ലേ? 4 കപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 4 ടൈംസ് ഓഫ് 1/3 ഈസ് എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയത്? 4/3. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. ഇനി അടുത്തൊരു പ്രോബ്ലം, ലെറ്റ്സ് ട്രൈ. ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത 2 പ്രോബ്ലം അതിൻ്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ പഠിച്ചതെല്ലാം മനസ്സിലായോ എന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോയാലോ? മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് പാർട്ട്. എ 6 meter long string is cut into 2 equal pieces. How long is each pieces? അതായത് 6 മീറ്റർ ലോങ് ആയിട്ടുള്ളൊരു സ്ട്രിങ് 2 ഈക്വൽ ആയിട്ട് അവർ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? 6 മീറ്റർ ആണ്. അപ്പോൾ 6 × 2 ഈക്വൽ പീസസ് ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈക്വൽ 2 പീസസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് പോർഷൻ ആണ് അല്ലേ? ഹാഫിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/2. അതായത് 2 ആക്കി തിരിച്ചതിൽ ഒരു പോർഷൻ എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 6 × 1/2 എഴുതിക്കൂടെ? 6 × 1 എത്രയാണ്? 6/2. 6/2 എത്രയാണ്? 3 മീറ്റർ. അതായത് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 3 മീറ്റർ 3 മീറ്റർ. അങ്ങനെയാണ് അവർ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? ഓക്കെ, 9 liters of milk are equally shared by 4 kids. How much does each get? അതായത് 9 ലിറ്റർ ഓഫ് മിൽക്ക്
ആ മിൽക്ക് 4 കുട്ടികൾക്കായിട്ട് ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിക്ക് എത്ര മിൽക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്രയാണ് നമ്മുടെ മിൽക്കിൻ്റെ അളവ്? 9 ലിറ്റർ അല്ലേ? 9 ലിറ്റർ 4 കുട്ടികൾക്ക് കൊടുത്തു. 4 കുട്ടികൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇൻറ്റു 4 കുട്ടികളിൽ ഒരു കുട്ടിയുടെ മിൽക്കിൻ്റെ അളവ്, അതായത് 1/4 അല്ലേ? 4 കുട്ടികളിൽ ഒരു കുട്ടിക്ക് എത്ര മിൽക്ക് കിട്ടി എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 9 × 1/4. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 9 × 1/4, അതായത് എന്ത് വരും? 9/4. ഈ 9/4 നോക്കിക്കേ, 4ൽ 9 ഭാഗം. അങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇതിന് എന്താക്കണം? മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണം. എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാം? 9നെ നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും അപ്പോൾ? 2, 8, 1. ഇത്രയും കിട്ടില്ലേ? ഇത് നമുക്ക് എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം? ആദ്യം നമുക്ക് കിട്ടിയ ആൻസർ ആണ് എഴുതുന്നത് 2. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന റിമൈൻഡർ എഴുതണം 1/, പിന്നെ നമ്മൾ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് ഡിവൈസർ എഴുതണം. അതായത് 2 1/4 ലിറ്റർ ഓഫ് മിൽക്ക് ആയിരിക്കും ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുക. മനസ്സിലായോ എങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന്? അപ്പോൾ അടുത്ത പ്രോബ്ലം എന്താണ്? അതിൽ തന്നെ വാട്ട് ഇഫ് ഇറ്റ് വേർ ഷെയർഡ് ബൈ 3, അതായത് 4 കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കണ്ടു. ഇനി നമുക്ക് 3 കുട്ടികൾക്കാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ഒരു കുട്ടിക്ക് എത്ര കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 9 × ഒരു കുട്ടിക്ക് 3 കുട്ടികൾക്ക് കൊടുത്തതിൽ ഒരു കുട്ടിക്ക് കണ്ടുപിടിക്കണേ എങ്ങനെ ചെയ്യാം? 1/3, അതായത് 3ൽ ഒരാൾക്ക് എത്ര കിട്ടി എങ്ങനെ കണ്ടുപിടിക്കാം? 9 × 1/3 എത്ര വരും? 9/3. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിച്ചൂടെ? എത്രയാണ് ആൻസർ? 3. അപ്പോൾ ഒരു കുട്ടിക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 3 കുട്ടികൾക്ക് വെച്ചാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 3 ലിറ്റർ ഓഫ് മിൽക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിനെ എങ്ങനെ വേർഡ്സിൽ എഴുതാം? അതായത് 1/4 ടൈംസ് ഓഫ്, ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ആൻസർ എങ്ങനെ വേർഡ്സിൽ എഴുതാം? 1/4 ടൈംസ് ഓഫ് 9 ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈസ് 2 1/4 ലിറ്റർ. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലത്തിന് നമുക്ക് എങ്ങനെ വേർഡ്സിൽ എഴുതാം? 1/3 ടൈംസ് ഓഫ് 9 ലിറ്റർ ഈസ് എത്രയാണ്? 3 ലിറ്റർ. ഓക്കെ, ക്ലിയർ ആയോ? ഇതേപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ നോക്കിക്കേ, എ റെക്ടാങ്കിൾ ഓഫ് ഏരിയ 7 സ്ക്വയർ സെന്റിമീറ്റർ. ഏരിയ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 7 സ്ക്വയർ സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈസ് കട്ട് ഇൻ ടു 3 ഈക്വൽ ട്രയാങ്കിൾ. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു റെക്ടാങ്കിളിനെ അവർ എന്ത് ചെയ്തു? 3 ഈക്വൽ ട്രയാങ്കിൾ ആയിട്ട് അവർ കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ എത്ര വരും നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഏരിയ എത്രയാണ്? 7 സ്ക്വയർ സെന്റിമീറ്റർ. എത്ര ഈക്വൽ പോർഷൻ ആയിട്ട് തിരിച്ചു? 3 ഈക്വൽ പോർഷൻ ആയിട്ട് തിരിച്ചു. അതിൽ എത്രയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്? ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ എങ്ങനെ കണ്ടെത്താം? 7 × ഒരെണ്ണത്തിൻ്റെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ 1/3, 3ൽ ഒരു റെക്ടാങ്കിൾ. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? 7 × 1/3 എത്ര വരും? 7/3. ഇതും നോക്കിക്കേ, 3ൽ 7 പോർഷൻ. അങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതണം. അപ്പോൾ എന്ത് ചെയ്യാം? 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 2 × 3 6 1. എത്രയാണ് ആൻസർ വന്നിരിക്കുന്നത്? 2 1/3 സ്ക്വയർ സെന്റിമീറ്റർ. അതായത് ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 1/3 സ്ക്വയർ സെന്റിമീറ്റർ. ഇതിന് നമുക്ക് എങ്ങനെ വേർഡ്സിൽ എഴുതാം? അതായത് 1/3 ടൈംസ് ഓഫ് 7 ഈസ് എത്രയാണ്? 2 1/3 സ്ക്വയർ സെന്റിമീറ്റർ. ക്ലിയർ ആയോ? ഇനി അതിൽ തന്നെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ ചെയ്യാം? വാട്ട് ഇഫ് ഇറ്റ് വെയർ കട്ട് ഇൻ ടു 4, അതായത് ഈ 7 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയയുള്ള ഈ ഒരു റെക്ടാങ്കിളിനെ 4 ഈക്വൽ പോർഷൻ ആക്കിയാൽ 1 2 3 4 ഈക്വൽ പോർഷൻ ആക്കിയാൽ ഒരെണ്ണത്തിൻ്റെ ഏരിയ എത്ര വരുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? 7 × 4 റെക്ടാങ്കിളിൽ ഒരു റെക്ടാങ്കിളിൽ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 1/4 എത്ര കിട്ടും? 7 × 1/4, അതായത് 7/4. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണം. അതായത് 7/4 1 4 3. എങ്ങനെ എഴുതാം? 1 3/4 സ്ക്വയർ സെന്റിമീറ്റർ. കറക്റ്റ് ആയോ? അല്ലേ? കൃത്യമല്ലേ? കിട്ടിയ ഉത്തരം. ഇതിന് നമുക്ക് എങ്ങനെ വേർഡ്സിൽ എഴുതാം? എങ്ങനെ എഴുതാം? അതായത് 1/4 ടൈംസ് ഓഫ് 7 ഈസ് എത്രയാണ്? 1 3/4
സ്ക്വയർ സെന്റിമീറ്റർ. സിമ്പിൾ അല്ലേ ഈ പ്രോബ്ലം? മനസ്സിലായോ? ഇനി അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഇവിടെ നോക്കിക്കേ, 12 children are divided into 4 equal groups. 12 ചിൽഡ്രനെ എത്ര ഗ്രൂപ്പാക്കി തിരിച്ചു? 4 ഗ്രൂപ്പായിട്ട് തിരിച്ചു 12 കുട്ടികളെ. ഹൗ മെനി ചിൽഡ്രൻ ആർ ദെയർ ഇൻ ഈച്ച് ഗ്രൂപ്പ്? അതായത് ഒരു ഗ്രൂപ്പിൽ എത്ര കുട്ടികൾ ഉണ്ടാവുന്നു? അപ്പൊ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാ? നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 12 അല്ലേ? എത്ര ഗ്രൂപ്പ് ഉണ്ട്? നമ്പർ ഓഫ് ഗ്രൂപ്പ് എത്രയാണ്? 4 ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ എത്ര കുട്ടിയുണ്ടെന്ന്? നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ 1 ഗ്രൂപ്പ്. ഇതല്ലേ നമുക്ക് കണ്ടെത്തേണ്ടത്. എങ്ങനെ കണ്ടെത്താം? 12 ഇൻറ്റു 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, അതിൽ ഒരു ഗ്രൂപ്പ് കണ്ടെത്താൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? 1/4. എത്ര കിട്ടും? 12 ഇൻറ്റു 1/4, അതായത് 12/4. എത്രയാണ് ആൻസർ? 3 കിട്ടിയോ ആൻസർ? അതായത് ഒരു ഗ്രൂപ്പിൽ എത്ര കുട്ടികൾ ഉണ്ടാവും? 3 കുട്ടികൾ വെച്ചുണ്ടാവും. ഇനി ആ പ്രോബ്ലത്തിൽ തന്നെ നമുക്ക് വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇഫ് ദേ വെർ ഡിവൈഡഡ് ഇൻറ്റു 3 ഗ്രൂപ്പ്സ്? അതായത് ഈ 12 കുട്ടികളെ നമ്മൾ 3 ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണെങ്കിൽ, അതായത് നമ്പർ ഓഫ് ചിൽഡ്രൻ മാറിയിട്ടില്ല, നമ്പർ ഓഫ് ചിൽഡ്രൻ എത്ര തന്നെയാണ്? 12. ഗ്രൂപ്പ് എത്രയാണ്? നമ്പർ ഓഫ് ഗ്രൂപ്പ് നമ്മളൊക്കെ എത്ര ഗ്രൂപ്പായിട്ടാണ് തിരിക്കേണ്ടത്? 3 ഗ്രൂപ്പായിട്ട് തിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പിലെ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ 1 ഗ്രൂപ്പ്. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻറ്റു 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു, അതിലൊരു ഗ്രൂപ്പിൽ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? 1/3 അല്ലെ? 3ൽ 1. എങ്ങനെ കണ്ടുപിടിക്കാം? 12 ഇൻറ്റു 1/3, അതായത് എത്ര വരും? 12/3 = എത്ര വരും? 4. അതായത് 12 കുട്ടികളെ നമ്മൾ 3 ഗ്രൂപ്പിലായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ എത്ര കുട്ടികളുണ്ടാവും? 4 കുട്ടികളുണ്ടാവും അല്ലേ? ക്ലിയർ ആയോ എങ്ങനെ ചെയ്തതെന്ന്? ഇതേപോലെയാണ് ടെക്സ്റ്റ് ബുക്കിൽ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ആൻസേഴ്സും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോകാം. മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻസ് തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഈ 4 strings ഓഫ് ലെങ്ത് 1/3 meters were laid end to end, what would be the total length? അതായത് 4 strings കൂട്ടിച്ചേർത്ത് 1/3 മീറ്റർ ആണ് ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത്. അതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിച്ചേർത്താൽ എത്രയായിരിക്കും ടോട്ടൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ ടോട്ടൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? 4 സ്ട്രിങ് ആണുള്ളത് ഇൻറ്റു ഒരെണ്ണത്തിന്റെ ലെങ്ത് എത്രയാണ്? 1/3. എത്ര വരും? 4 ഇൻറ്റു 1/3. എന്ത് വരും ആൻസർ? 4/3. ഇത് നോക്കിക്കേ, 3ൽ 4 പോർഷൻ അങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണം. എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാം? 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും ആൻസർ? 1 ഇൻറ്റു 3 3 1. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയ ആൻസർ ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന റിമൈൻഡർ നെക്സ്റ്റ് എഴുതാം. എന്തുകൊണ്ടാണോ നമ്മൾ ഹരിച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ ഡിവൈസർ എന്താണ്? 3 ആണ്. അതായത് 1/3 മീറ്റർ ആണ് എന്ത്? അത് കൂട്ടി വെച്ചാലുള്ള ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കാം. An iron block of weight 1/3 kilograms. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 15 സച്ച് ബ്ലോക്സ്? അതായത് ഒരു ബ്ലോക്കിന്റെ, ഒരു അയൺ ബ്ലോക്കിന്റെ വെയിറ്റ് എത്രയാണ്? 1/3 കിലോഗ്രാം ആണ്. 1/3 kg ആണ് 1 അയൺ ബ്ലോക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതുപോലെയുള്ള 15 ബ്ലോക്കുകളുടെ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 15 ഇൻറ്റു 1/3 എന്ത് വരും? 15/3. എത്രയാണ് ആൻസർ? 5 അല്ലേ? എത്രയാണ്? 5 kg. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് അബൌട്ട് 16 ബ്ലോക്സ്? അതായത് ഇതേപോലത്തെ 16 അയൺ ബ്ലോക്കുകളുടെ വെയിറ്റ് എത്ര വരും? 16 അയൺ ബ്ലോക്കുകളുടെ വെയിറ്റ് ഓഫ് 16 അയൺ ബ്ലോക്സ് എത്ര വരും? എങ്ങനെ കണ്ടുപിടിക്കാം? 16 ഇൻറ്റു ഒരെണ്ണത്തിന് എത്രയാണ്? 1/3. എന്ത് വരും? 16 ഇൻറ്റു 1/3, അതായത് 16/3. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം? 3ൽ 16 ഭാഗം അങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണം. അപ്പൊ എന്ത് ചെയ്യാം? 16നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 15 1. എത്ര കിട്ടും ആൻസർ? 5 1/3 kg. അതായത് 16 അയൺ ബ്ലോക്സിന്റെ വെയിറ്റ് എത്രയാണ്?
5 1/3 kg ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. ഈച്ച് ഓഫ് സം അയൺ റോഡ്സ് ഓഫ് ലെങ്ത് 2 meters ഈസ് കട്ട് ഇൻ ടു 5 equal pieces. അതായത് എന്താണ് പറയുന്നത്? ഈച്ച് ഓഫ് സം അയൺ റോഡ്സ് ഓഫ് ലെങ്ത്, എത്രയാണ് ഒരെണ്ണത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത്? 2 meter ആണ്. കട്ട് ഇൻ ടു 5 equal pieces, അതായത് 2 meter ലെങ്ത് ഉള്ളതിന് എത്ര ഈക്വൽ പീസ് ആക്കി? 5 equal പീസ് ആക്കി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ഒരു പീസിന്റെ ലെങ്ത് 5 പീസ് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പീസിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? 2 meter ആണ് നമ്മുടെ ടോട്ടൽ ലെങ്ത്. അതിൽ 5 പീസാക്കി, 5 പീസാക്കിയാൽ ഒരു പീസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 1/5, 5ൽ ഒരു പോർഷൻ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 2 × 1/5, അതായത് എത്രയായിരിക്കും? 2/5 മീറ്റർ. എത്രയാണ് ആൻസർ? 2/5 മീറ്റർ ആണ്. ഇനി അടുത്ത പ്രോബ്ലം എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 such പീസസ്? അപ്പോൾ ഇതുപോലെയുള്ള 4 പീസുകളുടെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു പീസിൻ്റെ എത്രയാണ്? 2/5 ആണ് നമുക്ക് കണ്ടുപിടിച്ചു. ഇനി 4 പീസിൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4 × 2/5 എത്ര കിട്ടും? 4 × 2/5. 4 × 2 എത്രയാണ്? 8/5. ഇതിനെയും നമ്മൾ എന്ത് ചെയ്യണം? മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 3/5 മീറ്റർ കിട്ടും. ഓക്കെ, അടുത്ത പ്രോബ്ലം എന്താണ് ഇതിൽ? വാട്ട് അബൌട്ട് 10 such പീസസ്? അതായത് ഇതേപോലെയുള്ള 10 പീസുകളാണെങ്കിൽ എത്രയാണ് വെയിറ്റ്? അപ്പോൾ 1 പീസിൻ്റെ വെയിറ്റ് എത്രയായിരുന്നു? 1 പീസിൻ്റെ വെയിറ്റ് എത്രയായിരുന്നു? 2/5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 10 പീസസിൻ്റെ എത്രയാവും? 10 × 2/5, അതായത് എന്ത് വരും? 10 × 2/5. 10 × 2 എത്രയാണ്? 20/5. 20/5ൻ്റെ ആൻസർ എത്രയാണ്? 4 അല്ലേ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് 10 പീസിൻ്റെ എത്രയാണ്? 4 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്. ക്ലിയർ ആയോ ആ പ്രോബ്ലം? ഇനി ഇതേപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം നോക്കാം. There are some cans each containing 5 liter of milk. അതായത് കുറച്ച് ക്യാനുകൾ ഉണ്ട്. അതിൽ ഓരോന്നിൽ എത്ര ലിറ്റർ ഓഫ് മിൽക്ക് ഉണ്ട്? 5 ലിറ്റർ ഓഫ് മിൽക്ക് ഉണ്ട്. The milk in each vessel is used to fill 6 identical bottles. അതായത് ഒരു ക്യാനിലാണ് 5 ലിറ്റർ എന്ന് പറയുന്ന മിൽക്ക് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെ 6 ബോട്ടിലേക്കാക്കി, കുപ്പികളിലേക്ക് ആക്കാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മച്ച് മിൽക്ക് ഈസ് ദെയർ ഈസ് ഇൻ ഈച്ച് ബോട്ടിൽ? ഒരു ബോട്ടിലിൽ എത്ര മിൽക്ക് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? അതായത് മിൽക്ക് ഇൻ 1 ബോട്ടിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മിൽക്ക് ഇൻ 1 ബോട്ടിൽ, അതായത് എന്താണ്? 6 ബോട്ടിൽ ഒരു ബോട്ടിൽ, 1/6 ഓഫ് 5. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? 5 × 1/6, അതായത് എന്ത് വരും? 5/6 ലിറ്റർ. ഒരു ബോട്ടിലിൽ എത്ര ഉണ്ടാവും? 5/6 ലിറ്റർ ഓഫ് മിൽക്ക് ഉണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ഹൗ മച്ച് മിൽക്ക് ഇൻ 3 such ബോട്ടിൽ? അപ്പോൾ 1 ബോട്ടിൽ എത്ര ഉണ്ടായിരുന്നു? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ കണ്ടുപിടിച്ചു. 1 ബോട്ടിൽ എത്രയാണ്? 5/6 ലിറ്റർ ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 3 ബോട്ടിലോ? 3 ബോട്ടിലിൽ എത്ര ഉണ്ടാവും? എങ്ങനെ കണ്ടുപിടിക്കാം? 3 × ഒരെണ്ണത്തിൽ എത്രയാണുള്ളത്? 5/6. 3 × 5/6 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 × 5/6, അതായത് 3 × 5 എത്രയാണ്? 15/6. 15/6നെ നമ്മൾ എന്ത് ചെയ്യണം? 6ൽ 15 പോർഷൻ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കും. അപ്പോൾ എന്ത് ചെയ്യാം? 15 ÷ 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 2 3/6. ഇതിന് നമുക്ക് വീണ്ടും 3/6നെ എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ ആക്കി കൂടെ, കട്ട് ചെയ്ത് കളഞ്ഞൂടെ? അപ്പോൾ എന്ത് വരും? 1/2. 1/2 ലിറ്റർ ആണ് 3 ബോട്ടിലായിട്ട് നമുക്ക് നിറയ്ക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം എന്താണ്? ഇൻ 12 ബോട്ടിൽ. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിലെ കണ്ടുപിടിച്ചു, 3 ബോട്ടിലെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 12 ബോട്ടിൽസിൽ നമുക്ക് എത്ര മിൽക്ക് ഉൾപ്പെടുത്താൻ കഴിയുമെന്നാണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 12 × ഒരു ബോട്ടിൽ എത്രയായിരുന്നു? 5/6 ആയിരുന്നു. 12 × 5/6 ചെയ്യാം. എങ്ങനെ കണ്ടുപിടിക്കാം? 12 × 5/6. 12 × 5 എത്രയാണ്? 60. 60/6. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാലോ. എത്ര കിട്ടും? 60/6 എത്രയാണ്? 10 ലിറ്റേഴ്സ്. 12 ബോട്ടിലായിട്ട് നമുക്ക് എത്ര ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് നിറയ്ക്കാം? 10 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് നമുക്ക് നിറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ?
അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഇതേപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ അതിൻ്റെ എല്ലാം ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോയാലോ? പാർട്ട് ഓഫ് പാർട്ട്. സുഹാറ ഹാസ് 1 meter ലോങ് സിൽക്ക് റിബൺ. സുഹാറയുടെ കയ്യിൽ 1 മീറ്റർ നീളമുള്ള സിൽക്ക് റിബൺ ഉണ്ട്. ഷീ ഗേവ് ഹാഫ് ഓഫ് ഇറ്റ് ടു സൗമ്യ. അവൾ എന്ത് ചെയ്തു? അതിൻ്റെ ഹാഫ് പോർഷൻ ആർക്ക് കൊടുത്തു? സൗമ്യക്ക് കൊടുത്തു. ഷീ ഇൻ ടേൺ ഗേവ് ഹാഫ് ഓഫ് ദിസ് ടു റീന. ഈ സൗമ്യ എന്ത് ചെയ്തു? അവൾക്ക് കിട്ടിയിരിക്കുന്ന റിബണിന്റെ പോർഷനിൽ നിന്ന് ഹാഫ് ആർക്ക് കൊടുത്തു? റീനയ്ക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പീസ് റീന ഗോട്ട്? നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? റീനയ്ക്ക് എത്ര പോർഷൻ ഓഫ് റിബൺ കിട്ടിയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ ലെങ്ത് എത്രയാണ്? റിബണിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഹാഫ് പോർഷൻ ആർക്ക് കൊടുക്കാണ്? സൗമ്യക്ക് കൊടുക്കാണ്. അപ്പോൾ സൗമ്യക്ക് കിട്ടിയത്, സൗമ്യ ഗോട്ട് എത്രയാണ്? 1/2. ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് 1/2 ഓഫ് 1 എത്രയാണ്? 1/2 മീറ്റർ. അപ്പോൾ സൗമ്യക്ക് 1/2 മീറ്റർ ആണ് കിട്ടിയ അളവ്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റീനയ്ക്ക് കിട്ടിയതാണ് കണ്ടുപിടിക്കേണ്ടത്. റീനയ്ക്ക് എന്ത് കിട്ടിയേ? ഈ സൗമ്യക്ക് കിട്ടിയതിൻ്റെ ഹാഫ് പോർഷൻ. അതായത് റീന ഗോട്ട് എത്രയാണ്? സൗമ്യക്ക് എത്രയാണ് കിട്ടിയത്? 1/2. അതിൻ്റെ ഹാഫ് പോർഷൻ എന്ന് പറയുമ്പോൾ ഇൻറ്റു 1/2. എന്ത് ചെയ്യാം? ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റർ എന്താണ്? 1 × 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണ്? 2 × 2 ഈക്വൽ ടു എത്ര വരും? 1 × 1 ഈക്വൽ ടു 1/2 × 2 എത്രയാണ്? 4. അപ്പോൾ എത്ര കിട്ടി നമുക്ക് ആൻസർ? 1/4 മീറ്റർ ആണ് റീനയ്ക്ക് കിട്ടിയ റിബണിന്റെ അളവ്. ക്ലിയർ ആയോ? ഇതേപോലെ ചെയ്യുന്ന മെത്തേഡ്, ഇതേ മെത്തേഡ് വരുന്ന പ്രോബ്ലംസ് ആണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു പ്രോബ്ലം നോക്കാം. എന്താണ് അടുത്ത പ്രോബ്ലം? എ സ്ട്രിങ് ഓഫ് ലെങ്ത് 1 meter ഈസ് കട്ട് ഇൻ ടു 5 equal parts. അതായത് സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് ഓഫ് സ്ട്രിങ് എത്രയാണ്? 1 meter ഈസ് കട്ട് ഇൻ ടു 5 equal parts. 5 തുല്യ അളവിൽ ഈ സ്ട്രിങ്ങിനെ കട്ട് ചെയ്യാണ്. അപ്പൊ നമ്പർ ഓഫ് പാർട്ട് എത്ര പാർട്ടാക്കി തിരിച്ചു? 5. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് സച്ച് പീസസ്? അങ്ങനെയാണെങ്കിൽ 5 ഈക്വൽ പാർട്ട് ആക്കിയെങ്കിൽ നമുക്ക് ഒരു പീസിന്റെ ലെങ്ത് കണ്ടുപിടിച്ചൂടെ? ലെങ്ത് ഓഫ് 1 പാർട്ട്. ലെങ്ത് ഓഫ് 1 പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 1/5. ടോട്ടൽ 1 മീറ്റർ ആണ്. അതിനെ 5 ഈക്വൽ പാർട്സ് ആക്കി. അപ്പോൾ 1/5 മീറ്റർ. ക്ലിയർ ആയോ? ഇനി അതിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് 1 സച്ച് പീസസ്? അതായത് ഈ പീസിന്റെ ഹാഫ്, അതായത് ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ഓഫ് 1/5 മീറ്ററിന്റെ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? 1/2 × 1/5 ഈക്വൽ ടു എത്ര വരും? 1/2 × 5 10. 1/10 മീറ്റർ. എത്രയാണ് നമ്മുടെ ആൻസർ? 1/10 മീറ്റർ ആണ്. ഇതിൽ നമുക്കിനി എന്തും കൂടെ കണ്ടുപിടിക്കണം. ഹൗ മെനി സെന്റിമീറ്റേഴ്സ്? നമുക്ക് കിട്ടിയിരിക്കുന്നത് മീറ്ററിലാണ്. ഇതിനെ നമുക്ക് എന്തിലേക്ക് ആക്കണം? സെന്റിമീറ്ററിലേക്ക് ആക്കണം. എങ്ങനെയാക്കാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കുന്നത്. എങ്ങനെയാക്കാം? 1/10 മീറ്ററിനെ നമുക്ക് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈഡ് ബൈ 100. എത്ര കിട്ടും? 1/10 × 100 എന്ന് പറയുന്നത് 100/10 അല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിൽ ഒരു 0 കട്ട് ചെയ്യാം, ഡിനോമിനേറ്ററിൽ ഒരു 0 കട്ട് ചെയ്യാം. ബാക്കി എന്ത് വന്നു? 10/1. ആൻസർ എത്രയാണ്? 10 സെന്റിമീറ്റർ. അപ്പോൾ 1/10 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ സെന്റിമീറ്ററിൽ തന്നിട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനും മീറ്ററിൽ തന്ന് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനും നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിലൂടെ പഠിച്ചു. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. 1 liter ഓഫ് മിൽക്ക് ഫിൽസ് 2 identical ബോട്ടിൽ. അപ്പോൾ എമൗണ്ട് ഓഫ് മിൽക്ക് എത്രയാണ്? ടോട്ടൽ മിൽക്ക് 1 liter. ഓക്കെ, എന്ത് ചെയ്തു? 2 identical ബോട്ടിൽസിലാക്കി. എത്രയാണ് നമ്പർ ഓഫ് ബോട്ടിൽ? എത്രയാണ് നമ്പർ ഓഫ് ബോട്ടിൽ എന്ന് പറയുന്നത്? 2. അങ്ങനെയാണെങ്കിൽ മിൽക്ക് ഇൻ 1 ബോട്ടിൽ, ഒരു ബോട്ടിലുള്ള മിൽക്ക് എത്രയാണ്? 1 liter ഉണ്ട്. 2 ബോട്ടിലേക്ക് ആക്കിയപ്പോൾ എത്ര വന്നു? ഒരു ബോട്ടിൽ എത്രയുണ്ട്? 1/2 ലിറ്റർ ഉണ്ട്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ക്വാർട്ടർ ഓഫ് ദ മിൽക്ക് ഇൻ 1 ബോട്ടിൽ ഈസ് യൂസ് ടു മേക്ക് എ കപ്പ് ഓഫ് ടീ. അതായത് ഒരു ബോട്ടിലെ ക്വാർട്ടർ പോർഷൻ എടുത്ത് എന്ത് ചെയ്യാണ്? ഒരു ചായ ഉണ്ടാക്കാണ്. മേക്ക് എ കപ്പ് ഓഫ് ടീ. ഓക്കെ, ചായ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൗ മച്ച് മിൽക്ക് വാസ് യൂസ് ടു മേക്ക് എ ടീ. അങ്ങനെയാണെങ്കിൽ എന്തോരം മിൽക്ക് ഒരു ടീ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ക്വാർട്ടർ ഓഫ് ദ മിൽക്ക്. ക്വാർട്ടർ എന്ന് പറയുന്നത് എന്താണ്? 1/4, കാൽ ഭാഗം അല്ലേ? ക്വാർട്ടർ ഓഫ് മിൽക്ക് 1/4 ഓഫ് 1/2 ലിറ്റർ. ഒരു ബോട്ടിലിൽ നിന്ന് 1/4 എടുത്തിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം? 1/4 ഇൻറ്റു 1/2 ഈക്വൽ ടു എത്ര വരും? 1/8 ലിറ്റർ. അപ്പോൾ മിൽക്ക് യൂസ്ഡ് ടു മേക്ക് ടീ. എത്ര ലിറ്റർ ആണ് യൂസ് ചെയ്തത് ടീ ഉണ്ടാക്കാനായിട്ട്? 1/8 ലിറ്റർ. അപ്പോൾ നമ്മുടെ ആൻസർ കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് കിട്ടിയിരിക്കുന്നത് ലിറ്ററിലാണ്. ഹൗ മെനി മില്ലി ലിറ്റർ. ഈ ലിറ്റർ എത്ര മില്ലി ലിറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നതാണ് 1 ലിറ്റർ അല്ലേ? നമുക്ക് അറിഞ്ഞൂടെ? അപ്പോൾ അത് വെച്ചിട്ട് 1/8 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1/8 ഇൻറ്റു 1000. നമ്മൾ ലിറ്ററിനെ മില്ലി ലിറ്ററിലാക്കാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈഡ് ബൈ 1000. അതായത് എന്ത് വരും? 1000/8. എത്ര കിട്ടും? 1000/8 എന്ന് പറയുന്നത് 125 മില്ലി ലിറ്റർ. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ 1/8 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 125 മില്ലി ലിറ്റർ. ക്ലിയർ ആയോ? ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കിയാലോ? കാൽക്കുലേറ്റ് ദ ഫോളോവിങ് ഇൻ യുവർ ഹെഡ്, റൈറ്റ് ദം ആസ് പ്രൊഡക്റ്റ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രൊഡക്റ്റ് ആക്കി എഴുതാൽ മതി. അതായത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ ചെയ്യാം? 1/4 ഓഫ് 1/2. അതായത് 1/4 ഇൻറ്റു 1/2. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 ഇൻറ്റു 1. അതായത് ന്യൂമറേറ്ററുകൾ തമ്മിൽ ചെയ്യണം, ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര കിട്ടും? 1 ഇൻറ്റു 1 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2 എത്രയാണ്? 8. ഇവിടെ എത്രയാണ് ആൻസർ? 1/8. ഇനി ഒരു തേർഡ് വൺ ചെയ്യാം നമുക്ക്. 1/5 ഓഫ് 1/3. എത്ര കിട്ടും? 1/5 ഇൻറ്റു 1/3 ഈക്വൽ ടു 1 ഇൻറ്റു 1 ഈക്വൽ ടു 1. 5 ഇൻറ്റു 3 എത്രയാണ്? 15 ഈക്വൽ ടു എന്തെന്നെയാണ് ആൻസർ? 1/15. ഈ ഫ്രാക്ഷൻ നമുക്കിനി ചെറുതാക്കാൻ പറ്റില്ല. ഇതിങ്ങനെ തന്നെയാണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 15ൽ ഒരു ഭാഗം. ഇനി അടുത്തൊരു പ്രോബ്ലം നമുക്ക് 5th വൺ ചെയ്യാം. 1/6 ഓഫ് 1/3. 1/6 ഇൻറ്റു 1/3 എത്ര കിട്ടും? 1 ഇൻറ്റു 1 1 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 3 എത്രയാണ്? നമുക്കറിയാം 18. എത്രയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്? 1/18. ഇതേപോലെ നമുക്ക് സെക്കൻഡ് വണ്ണും 4th വണ്ണും 6th വണ്ണും ഇതേ മെത്തേഡ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പോൾ ഇതുവരെ എടുത്ത് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതേ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോയാലോ? ടൈംസ് ഇൻ പാർട്ട്. 2 liters of milk is used to fill 3 bottles of the same size. A quarter of one such bottle is poured into a glass. How much milk is in the glass? അതായത് അവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന മിൽക്കിന്റെ അളവ് എത്രയാണ്? ടോട്ടൽ മിൽക്ക് എത്രയുണ്ട്? ടോട്ടൽ മിൽക്ക് എത്രയാണ്? 2 ലിറ്റർ അല്ലേ? അതെന്ത് ചെയ്തു? യൂസ്ഡ് ടു ഫിൽ 3 ബോട്ടിൽ. എന്ത് ചെയ്തു? 3 ബോട്ടിലേക്ക് ആക്കി, 3 കുപ്പികളിലേക്ക് ആക്കി. അപ്പോൾ ഒരു ബോട്ടിൽ എത്ര ഉണ്ടാവും? എത്ര ഉണ്ടാവും? ഈ 2 ലിറ്ററിനെ 3 ബോട്ടിലേക്ക് ആക്കുമ്പോൾ എന്താവും? 2/3 ലിറ്റർ അല്ലേ? ഇനി അവിടെ എന്ത് ചെയ്തു? എ ക്വാർട്ടർ ഓഫ് 1 സച്ച് ബോട്ടിൽ ഈസ് poured into a glass. അതായത് എന്ത് ചെയ്തു? ഈ ഒരു കുപ്പിൽ നിന്നും ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? 1/4 പോർഷൻ എന്ത് ചെയ്തു? ഗ്ലാസ്സുകളിലേക്ക് ആക്കി. അങ്ങനെയാണെങ്കിൽ ഈ ഗ്ലാസ്സിൽ എത്ര മിൽക്ക് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? 1/4 ഇൻറ്റു 2/3 ചെയ്യാലോ? ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 1 ഇൻറ്റു 2 2, 4 ഇൻറ്റു 3 എത്രയാണ്? 12. എത്രയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്? 2/12. ഇതിന് നമുക്ക് ഒന്നും കൂടി ചെറിയൊരു ഫ്രാക്ഷൻ ആക്കാലോ? ആക്കിക്കൂടെ? അതായത് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2 ഉണ്ട് 12 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കട്ട് ചെയ്യാം. അപ്പോൾ 1/6 ആക്കിക്കൂടെ? 1/6 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ആയിരിക്കും എന്ത്? ഒരു ഗ്ലാസ്സിൽ ഉണ്ടാകുന്ന അളവ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതേപോലെ ചെയ്യുന്ന അടുത്തൊരു പ്രോബ്ലം നോക്കിയാലോ? A 2 meter long rope is cut into 5 equal pieces. അതായത് 2 മീറ്റർ നീളമുള്ള ഒരു ലോങ് റോപ്പ് എന്ത് ചെയ്തു? 5 ഈക്വൽ പാർട്ടാക്കി എന്ത് ചെയ്തു? കട്ട് ചെയ്തു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3 quarters ഓഫ് 1 piece?
അങ്ങനെയാണെങ്കിൽ 3 ക്വാർട്ടേഴ്സ്, ഇവിടെ വന്നിരിക്കുന്നത് 3 ക്വാർട്ടേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് എന്താക്കണം? ഈ മീറ്ററിൽ തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലേക്കും കൂടി ആക്കി കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ആൻസർ ആയി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് ഈക്വൽ ടു എത്രയാണ്? 2 മീറ്റർ. അതിനെന്ത് ചെയ്തു? 5 ഈക്വൽ പാർട്ടാക്കി തിരിച്ചു. അതായത് നമ്പർ ഓഫ് പാർട്സ് എത്ര വരും? നമ്പർ ഓഫ് പാർട്സ് 5 അല്ലേ? ഇനി ലെങ്ത് ഓഫ് 1 പീസ് എന്ത് വരും? ലെങ്ത് ഓഫ് 1 പീസ് ഈക്വൽ ടു എന്ത് വരും? 2/5. അതായത് ടോട്ടൽ ലെങ്ത് ബൈ 5 പാർട്സ്, 2/5 മീറ്റർ. ക്ലിയർ ആയോ? ഇനി ഇതിന്റെ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3 ക്വാർട്ടേഴ്സ്? 1 ക്വാർട്ടർ എന്ന് പറയുന്നത് എന്താണ്? 1/4. 1 ക്വാർട്ടർ എന്ന് പറയുന്നത് 1/4 ആണ്. അതിന്റെ 3 ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1/4 ഇൻറ്റു 3. അതായത് എന്ത് വരും? 3/4 ആണ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ 3 ക്വാർട്ടർ ഓഫ് 1 പീസ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് ഓഫ് 1 പീസ് എത്രയായിരുന്നു? 2/5 മീറ്റർ ആയിരുന്നു. 3 ക്വാർട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 3/4 ആണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 2/5 ഇൻറ്റു 3 ക്വാർട്ടർ ഈക്വൽ ടു എത്ര വരും? 2 ഇൻറ്റു 3 6. 5 ഇൻറ്റു 4 എത്ര വരും? 20. ഇതിന് നമുക്ക് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ആക്കി കൂടെ? മൾട്ടിപ്ലൈ ചെയ്ത് കളയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തുകൂടെ? എന്ത് ചെയ്യാം? 3 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. അതേപോലെ തന്നെ 10 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താണ്? 20 ആണ്. അപ്പോൾ 2ൻ്റെ കോമൺ ആയിട്ട് വരുന്ന രണ്ട് മൾട്ടിപ്ലൈ വരുന്ന നമ്പേഴ്സാണ് എന്ത്? 6ഉം 20യും. അപ്പോൾ എന്ത് ചെയ്യാം? ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ആൻസർ എന്ത് വരും? 3/10 മീറ്റർ. ക്ലിയർ ആയോ? അപ്പോൾ 3 ക്വാർട്ടർ ഓഫ് പീസ് എത്രയാണ് അളവ്? 3/10 മീറ്റർ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? അതിനെ സെൻറ്റിമീറ്ററിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മീറ്ററിൽ കിട്ടിയാൽ നമുക്ക് എന്താക്കണം? സെൻറ്റിമീറ്ററിലാക്കണം. നമുക്കറിയാം എന്ത്? 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് 1 മീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3/10 മീറ്റർ ആണ്. എങ്ങനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് ആക്കാം? 3/10 ഇൻറ്റു 100. മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ബൈ 100 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 3 ഇൻറ്റു 100 എത്ര വരും? 300/10. ഇവിടെ നോക്കിക്കേ, ന്യൂമറേറ്ററിൽ ഒരു 0 കളയാം, ഡിനോമിനേറ്ററിൽ ഒരു 0 കളയാം. ബാക്കി എന്ത് വന്നു? 30/1. 30നെ 1 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും നമുക്ക്? 30. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്? 30 സെൻറ്റിമീറ്റർ ആണ് 3 ക്വാർട്ടർ ഓഫ് ദ പീസ്. ഇനി ഇതേപോലെ ചെയ്യുന്ന വേറൊരു പ്രോബ്ലം നോക്കാം. 3 liters of water is used to fill 4 identical bottles. അതായത് amount of water എത്രയാണ്? ഈക്വൽ ടു 3 ലിറ്റർ. അതെന്ത് ചെയ്തു? 4 ഒരേപോലെ ഇരിക്കുന്ന കുപ്പികളിലേക്ക് നിറച്ചു കൊടുക്കാണ്. അപ്പോൾ നമ്പർ ഓഫ് ബോട്ടിൽസ് ഈക്വൽ ടു എത്രയാണ്? 4. അങ്ങനെയാണെങ്കിൽ വാട്ടർ ഇൻ 1 ബോട്ടിൽ കണ്ടുപിടിക്കാലോ. വാട്ടർ ഇൻ 1 ബോട്ടിൽ എന്ത് വരും? 3/4 ലിറ്റർ. മനസ്സിലായോ? ടോട്ടൽ നമുക്ക് 3 ലിറ്റർ ഉണ്ട്. 4 കുപ്പികളിലേക്ക് ആക്കി. അങ്ങനെയാണെങ്കിൽ ഒരു കുപ്പിയിൽ എത്രയായിരിക്കും? 3/4 ലിറ്റർ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 1 ബോട്ടിൽ ഈസ് യൂസ് ടു ഫിൽ 5 ഐഡന്റിക്കൽ കപ്സ്. അതായത് ഒരു ബോട്ടിലിൽ നിന്ന് 5 കപ്പുകളിലേക്ക് ആക്കി നിറയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വാട്ടർ ഈസ് ഇൻ 1 കപ്പ്? അങ്ങനെയാണെങ്കിൽ ഒരു കപ്പിൽ എത്രയുണ്ടാവുന്നു? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 1/5 പാർട്ട്. 5 കപ്പുകളിലേക്കാണ് നമ്മൾ ആ വാട്ടർ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? 1/5 പാർട്ട് ഓഫ് വാട്ടർ എന്ത് വരും? എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ബോട്ടിൽ എത്രയുണ്ട്? 3/4. ഈ 3/4 ആണ് നമ്മൾ 5 കപ്പിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ എന്ത് വരും? 1/5 ഇൻറ്റു 3/4 എത്ര കിട്ടും? 1 ഇൻറ്റു 3 3/5 ഇൻറ്റു 4 എത്ര കിട്ടും? 20. എത്ര ലിറ്റർ കിട്ടും? 3/20 ലിറ്റർ ആണ് എന്ത് വരുന്നത്? ഒരു കപ്പിൽ വരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഹൗ മെനി മില്ലി ലിറ്റർ. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ലിറ്റർ അളവിലാണ്. ഇനി നമുക്ക് എന്താക്കണം? അതിനെ മില്ലി ലിറ്റർ ആക്കണം. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നതാണ് എന്ത്? 1 ലിറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മുന്നേ പഠിച്ചു. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 3/20 ലിറ്ററിനെ എന്താക്കണം? മില്ലി ലിറ്ററിലേക്ക് ആക്കണം. എങ്ങനെയാക്കാം? 3/20 ഇൻറ്റു 1000 ചെയ്തൂടെ? അപ്പം എങ്ങനെ കിട്ടും? 3 ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? 3000 ഡിവൈഡഡ് ബൈ 20. എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു സീറോസ് ക്യാൻസൽ ചെയ്യാം. 300/2 എന്ത് കിട്ടും ആൻസർ? 150 മില്ലി ലിറ്റർ.
കിട്ടിയോ? അപ്പോൾ 3/20 ലിറ്ററിനെ നമുക്ക് മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ആയപ്പോൾ എത്ര കിട്ടി? 150 മില്ലി ലിറ്റർ ആണ് നമുക്ക് കിട്ടിയ ആൻസർ. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്താണ്? എ 5 കിലോഗ്രാം പംകിൻ ഈസ് കട്ട് ഇൻടു 5 ഈക്വൽ പീസസ്. 5 കിലോ ഉള്ളൊരു പംകിൻ എന്ത് ചെയ്തു? 5 പീസസ് ആക്കി, ഈക്വൽ പീസസ് ആക്കി. ഈച്ച് പീസ് ഈസ് ഫർദർ കട്ട് ഇൻടു 2. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു? ഇതേപോലെ 5 പീസിന് വീണ്ടും എന്ത് ചെയ്തു? ഹാഫ് ആക്കി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഈച്ച് സച്ച് പീസസ്? അപ്പോൾ അങ്ങനെയുള്ള ഒരു പീസിന്റെ വെയിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ വെയിറ്റ് എത്രയാണ്? ആ പംകിന് മൊത്തം എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? എത്രയുണ്ടായിരുന്നു? 5 കിലോഗ്രാം. കിലോഗ്രാമിനെ നമ്മൾ ഷോർട്ടായിട്ട് എന്ത് എഴുതും? സ്മോൾ ലെറ്റർ kg എന്ന് എഴുതും അല്ലേ? അതിന് നമുക്ക് എത്ര പാർട്ടാക്കി? നമ്പർ ഓഫ് പീസ് അല്ലേ? നമ്പർ ഓഫ് പീസസ് എത്രയാണ്? 5 പീസസ് ആക്കി. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് 1 പീസ് എന്ത് വരും? വെയിറ്റ് ഓഫ് 1 പീസ്, ഒരു പീസിന്റെ വെയിറ്റ് എത്ര വരും? 5/5 എത്ര വരും? 1 kg. ഒരു പീസിന് എത്ര വെയിറ്റ് ഉണ്ട്? 1 കിലോഗ്രാം ഉണ്ട്. ഇനി എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ 1 കിലോഗ്രാം വീണ്ടും എന്ത് ചെയ്തു? 2 ഈക്വൽ ആക്കി. അതായത് ഈ 1 kg വീണ്ടും ഹാഫ് ആക്കി. അപ്പൊ എത്ര വരും? വെയിറ്റ് ഓഫ് ഹാഫ് സച്ച് പീസസ്. അതായത് ഒരു പീസ് എത്ര വരും? ഈ 1 kg വീണ്ടും അവർ എന്ത് ചെയ്തിരിക്കുകയാണ്? ഫർദർ കട്ട് ഇൻടു 2, വീണ്ടും 2 ആക്കി. അതായത് 1/2 ഓഫ് 1 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1/2 കിലോഗ്രാം. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് കിട്ടി. അതായത് ഒരു പീസിന്റെ വെയിറ്റ് എത്രയാണ്? 1/2 കിലോഗ്രാം. ഇനി എന്ത് ചെയ്യണം? ഹൗ മെനി ഗ്രാംസ്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഈ കിലോഗ്രാമിനെ എന്ത് ചെയ്യണം? നമ്മൾ ഇനി ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? നമുക്കറിയാം 1000 ഗ്രാം എന്ന് പറയുന്നതാണ് എന്ത്? 1 കിലോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1/2 കിലോഗ്രാം ആണ് കിട്ടിയിരിക്കുന്നത്. ഈ 1/2 കിലോഗ്രാമിനെ നമുക്ക് എങ്ങനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഈ 1/2നെ എന്ത് ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിലോഗ്രാമിലാണ് നമ്മുടെ അളവ് എന്നുണ്ടെങ്കിൽ അതിന് ഗ്രാമിലേക്കാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 1000 മൾട്ടിപ്ലൈഡ് ബൈ 1000 എത്ര കിട്ടും? 1 × 1000 1000/2 എത്ര കിട്ടും? 1000/2 എന്ന് പറയുന്നത് 500 കിട്ടിയോ? 500 ഗ്രാംസ്. അപ്പോൾ ഹാഫ് kg എന്ന് പറയുന്നത് എത്ര ഗ്രാംസ് ആണ്? 500 ഗ്രാംസ്. ക്ലിയർ ആയോ? ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് ഇത്. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോവിങ് യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ. സിമ്പിൾ ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 3/7 ഓഫ് 2/5 എങ്ങനെ കണ്ടുപിടിക്കാം? 3/7 ഇൻറ്റു 2/5 ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? 3 × 2 എത്രയാണ്? 6. 7 × 5 എത്രയാണ്? 35. ഇതിന് നമുക്കിനി കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 6/35. നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പറാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാം. 6ഉം 35ഉം ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും ഒരു ടേബിളിൽ വരുന്നില്ല, ഒരു നമ്പറിൻ്റെ ടേബിളിലും കോമൺ ആയിട്ട് വരുന്നില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? 6/35. ഇനി അടുത്ത പ്രോബ്ലത്തിൻ്റെ ആൻസർ എന്താണ്? 3/5 ഓഫ് 2/7. അതായത് 3/5 ഇൻറ്റു 2/7 എന്ത് വരും? 3 × 2 6, 5 × 7 35. അതിലും എന്ത് തന്നെയാണ് ആൻസർ വന്നത്? 6/35 ആണ്. ഇനി നമുക്ക് അടുത്ത ഏറ്റവും ലാസ്റ്റ് വൺ ചെയ്ത് നോക്കിയാലോ? 5/6 ഓഫ് 3/10 എന്ത് വരും? 5/6 ഇൻറ്റു 3/10 എങ്ങനെ കണ്ടുപിടിക്കാം? 5 × 3 എത്രയാണ്? 15 നമുക്കറിയാം അല്ലേ? 6 × 10 എത്രയാണ്? 60 അല്ലേ? ഇതിന് നമുക്ക് എങ്ങനെ കട്ട് ചെയ്ത് കളയാം? 1 × 15 എന്ന് പറയുന്നതാണ് 15. അതേപോലെ തന്നെ 15ന്റെ ടേബിളിൽ 4 × 50 എന്ന് പറയുന്നതാണ് എന്ത്? 60 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 15ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 50 എന്ന് പറഞ്ഞ നമ്പറും 60 എന്ന് പറഞ്ഞ നമ്പറും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. 1/4 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ഫ്രാക്ഷൻ. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കട്ട് ചെയ്ത് ഏറ്റവും സ്മോളസ്റ്റ് രൂപത്തിലാക്കണം. ക്ലിയർ ആയോ? അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ തേർഡ് വണ്ണും ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ല എല്ലാവർക്കും?